Hello friends, Unexpected Travel-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചക്കക്കുരു സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് വരികയാണ്. അതാണ് ചക്കക്കുരു സുഖിയൻ. അതായത് സുഖിയൻ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ മലബാർ സൈഡിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ലൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സുഖിയൻ. അതായത് സുഖിയൻ്റെ അകത്ത് ഫില്ലിംഗ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് നല്ല ചെറുപയറിലും മധുരമൊക്കെ ശർക്കരയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാവുക സുഖിയൻ്റെ അകത്ത്. ഇതിന് പകരം നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ള ഒരു സുഖിയനാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അതായത് സുഖിയൻ എന്ന് പറയുമ്പോൾ നല്ല ചക്കക്കുരു പൊടിച്ചെടുത്തതിന് ശേഷം അതിലോട്ടേക്ക് നല്ല ശർക്കര പാവൊക്കെ ഒഴിച്ച് കുഴച്ചെടുത്ത് അതിനെ നല്ല മൈദ മാവിൽ മുക്കി പൊരിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി സുഖിയനാണ് ഇന്നത്തേത്. ഇപ്പോൾ ചക്കക്കുരു തിന്നാൽ ആരും വിഷമിക്കേണ്ട, ആർക്കും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതായത് ചക്കക്കുരു വയറിനൊരു കുഴപ്പം ഉണ്ടാക്കുന്നതല്ല. ചക്കക്കുരു ഒരു പേരുദോഷം ഉണ്ടായിരുന്നു. കാരണം ചക്കക്കുരു നമ്മളിപ്പോൾ ഡയറക്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത് പോലെയാണ് എന്നൊക്കെ ചിലവർ പറയാറുണ്ടായിരുന്നു. അതായത് വിഷുവിനും ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടുന്നതിനേക്കാൾ ഒച്ചത്തിലാണ് ചക്കക്കുരു കഴിച്ചാലുള്ള ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ആഫ്റ്റർ എഫക്റ്റുകളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചക്കക്കുരുവിന് പുതിയ ഐറ്റംസ് ആയിട്ടാണ് ചക്കക്കുരു വന്നിട്ടുള്ളത്. ചക്കക്കുരു ബോണ്ട, ചക്കക്കുരു സമോസ, ചക്കക്കുരു പായസം, അങ്ങനെയുള്ള പല ഐറ്റങ്ങളാണ്, ചക്കക്കുരു കട്ട്ലറ്റ്, അങ്ങനെയുള്ള ഐറ്റങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം, പടക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കുരു സുഖിയനിലേക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ ചക്കക്കുരു സുഖിയൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ വീഡിയോയിലേക്ക് കാണിച്ചു. ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചക്കക്കുരു കൊണ്ടുള്ള സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല ചക്കക്കുരു ആ പുറത്തുള്ള ചൂളിയൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ്, അകത്തുള്ള തൊലിയല്ല ഞാൻ പറയുന്നത്, അകത്തുള്ള ബ്രൗൺ കളറിലുള്ള തൊലി അതേപോലെ തന്നെ കീപ്പ് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്ത് ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ചക്കക്കുരു വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് വെച്ചാൽ അരമണിക്കൂർ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് നല്ല പൊടിയായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ജസ്റ്റ് ആ പുറമേയുള്ള വൈറ്റ് കളറിലുള്ള ചൂളി മാത്രമേ കളയാൻ പാടുള്ളൂ. അകത്തുള്ള ബ്രൗൺ കളറിൽ കളയേണ്ട ആവശ്യം, കളയേണ്ടവർക്ക് പ്യുവർ വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞെടുക്കാം, അല്ലാത്തവർ കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശർക്കര പാവാക്കി വെക്കണം. ശർക്കര പാവ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, കാരണം അത് കുഴച്ചെടുക്കേണ്ടതാണ്. അതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശർക്കര ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ആയി കഴിഞ്ഞാൽ ലൂസ് രൂപത്തിലായി പോകും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. നമുക്കൊരു നല്ല കുഴച്ച് ഒരു ഉണ്ട രൂപത്തിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ബോളൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ഒരു രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പതുക്കെ മാത്രമേ ഇത് ശർക്കര പാവ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ലവണ്ണം ശർക്കര പാവും നമ്മുടെ ചക്കക്കുരുവും തേങ്ങയൊക്കെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ് അഡീഷണലായിട്ട് വേണമെങ്കിൽ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം സുഖിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്കായ് പൊടി ചേർക്കാറുണ്ട്. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നല്ല ഉണക്ക മുന്തിരിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി ഒരു റിച്ചായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഉണക്ക മുന്തിരിയും നല്ല അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ബദം പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല ഒരു റിച്ചായിട്ട് അതിനെ ചെയ്തെടുക്കാം. കുറച്ച് അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അകത്തുനിന്ന് ഈ ചക്കക്കുരുവിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിങ്ങയുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഏകദേശം ചക്കക്കുരുവും ശർക്കര പാവ്, അതായത് വെള്ളത്തിൻ്റെ പാവൊക്കെ നല്ലോണം ചേർന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഓരോരോ നല്ല ഉരുളയാക്കി എടുക്കാവുന്നതാണ്. അതായത് ഈ ഉരുളയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലുള്ള മൈദ മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്, അതായത് ഫ്രൈ ചെയ്ത് വറുത്തെടുക്കുന്നത് ഈ ഒരു ഉരുളയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് മൈദയാണ്. അതായത് മൈദ മാവ് ഉണ്ടാക്കുകയാണ്. നമ്മളിപ്പോൾ പഴംപൊരിക്കൊക്കെ മൈദ മാവ് ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല മൈദ മാവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതൊരു പഴംപൊരിയുടെ കൂട്ടിൻ്റെ അതേ രൂപത്തിൽ തന്നെ മതിയാവും. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ തിക്കും ആവേണ്ട, കൂടുതൽ ലൂസും ആവേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാവ് ആക്കിയെടുത്താൽ മതി. സാധാരണ നിങ്ങൾക്ക്
കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടിപ്സാണിത്. കളറിന് വേണ്ടിയിട്ട് വേറെ ഒരു കളറും ചേർക്കുന്നതിന് പകരം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പ്യുവർ വൈറ്റിലാണുള്ളത്, കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ഒരു പഴംപൊരിയുടെ കൂട്ടിൻ്റെ അതേ പരുവത്തിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൈ കൊണ്ടാണ് കൈ കൊണ്ട് ചെയ്യാം, സ്പൂൺ കൊണ്ട് ഇളക്കി നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വറുത്തെടുക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് ബ്രാനോ സൺഫ്ലവറോ ഏതാണ് വേണ്ടത് വെച്ചാൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതിൻ്റെ ആ സ്മെല്ല് ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇതാക്കണ്ടോ ഓരോരോ ബോൾസും ഓരോരോ ഈ ചക്കക്കുരുവിൻ്റെ ശർക്കരയിലിട്ട് കുഴച്ചെടുത്ത് ഉണ്ടയാക്കി വെച്ചിട്ടുള്ള ബോൾസും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിനെ നല്ലവണ്ണം നമ്മൾ പഴംപൊരിയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ അതിനെ ഒന്ന് ഇട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ആ എണ്ണയുടെ ഒച്ച തന്നെ കേട്ടോ, എന്നില്ല ഒരു എണ്ണ തിളച്ച് വന്ന് അതിലോട്ടേക്ക് നമ്മൾ നമ്മുടെ എന്താണ് ചക്കക്കുരുവിൻ്റെ ആ സുഖിയൻ ഇടുമ്പോഴുള്ള ആ ഒരു ഒച്ച കേട്ടോ. ആ ഒരു ഒച്ചയിൽ തന്നെ അറിയാം അതെത്ര ചൂടായിട്ട് പൊരിഞ്ഞ് വരികയാണ്. സാധാരണ ഈ സുഖിയൻ ഇപ്പോൾ ഹോട്ടലിൽ നിന്നും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല പുറമേ നല്ല സോഫ്റ്റ് ആയിരിക്കും. അകത്തും സാധാരണ സുഖിയൻ ഉണ്ടാകുന്നത് വെച്ചാൽ പയർ കൊണ്ടാണ് ഉണ്ടാക്കുക. പയറും ശർക്കരയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതും നമ്മളിപ്പോൾ മൈദയിൽ ചക്കക്കുരു ചേർത്തിട്ടുള്ള നല്ല ഒരു സുഖിയനാണ് ആയി വരുന്നത്. ആദ്യത്തേത് കുറച്ച് നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആദ്യത്തേത് കുറച്ചൊന്ന് ഒരു അടിഭാഗം ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് കരിയാതെ നമ്മൾ ശ്രമിക്കണം. ആദ്യം എന്താണെന്ന് വെച്ചാൽ നല്ലവണ്ണം തീ ചൂടായിട്ടുണ്ടായിരുന്നു, എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചെറുതായിട്ടൊന്ന് അടിഭാഗം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ചെറുതായിട്ട് ഒരു കരിഞ്ഞ പോലെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി വറുത്ത് പോരുകയാണ്. 4 എണ്ണമാണ് നമ്മൾ ഒറ്റ ആദ്യ തവണ തന്നെ നമ്മൾ എന്താണ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് നടക്കുകയാണ്. അടുത്ത ട്രിപ്പിൽ ഇതാ 1 ആദ്യം തന്നെ വീണു, പിന്നെ 2 എണ്ണം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഉണ്ടാക്കിയതെല്ലാം നല്ല പാകത്തിനുള്ള സുഖിയനാണ്. അടിപൊളിയായിട്ടുള്ള സുഖിയനാണ്. എങ്ങനെയാണ് ഇപ്പോൾ 6 എണ്ണം നമ്മളിപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കാൻ നമ്മൾ കൂട്ടേണ്ട അത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അതിനകത്ത് ഉള്ള കണ്ടോ, അതിൻ്റെ ആ ഫില്ലിങ് കണ്ടോ, എത്ര നല്ല രീതിയിലാണ് ആ ഫില്ലിംഗ് ഒക്കെ ഉള്ളതെന്ന്. പുറമേ നല്ല ഫ്രൈ ആയിട്ടുള്ള സുഖിയനാണ്. അകത്ത് നല്ല ശർക്കരയൊക്കെ കാണുന്ന ചക്കക്കുരുവിൽ ശർക്കരയൊക്കെ കുഴച്ചിട്ടുള്ള അടിപൊളി സുഖിയനാണ്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ അടിപൊളി ചക്കക്കുരു കൊണ്ടുള്ള സുഖിയൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തുള്ള സുഖിയനാണ്. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ, കഴിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സുഖിയൻ എത്ര നന്നായിട്ടുണ്ട് എന്ന്. ചെറുപയർ കൊണ്ടുണ്ടാക്കിയ അതേ സുഖിയൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ ചക്കക്കുരു സീരീസ് ഇത് അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ എല്ലാ വീഡിയോസും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ചക്കക്കുരു സമോസ, ചക്കക്കുരു പായസം, ചക്കക്കുരു ബോണ്ടയുണ്ട്, ചക്കക്കുരു അടയുണ്ട്, ചക്ക ജാമുണ്ട്, ചക്ക അടയുണ്ട്, ചക്ക ജാമുണ്ട്, അതുപോലെ തന്നെ ചക്കക്കുരു കട്ട്ലറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു 6-7 ഐറ്റം നമ്മൾ ചക്ക സീരീസിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്ക സീരീസിൽ ചക്ക അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സീസണിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം.